ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ രാവിലെ തന്നെ നമ്മുടെ ചെടികളുടെ ഒരു പരിപാടിയിലാണ്. ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സൈഡിൽ നല്ല വെയിലാണ്. നല്ല വെയിലിന് തുളസിയും കറിവേപ്പിലയ്ക്കൊക്കെ നല്ലതാണ്. അതൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങി. മണി പ്ലാന്റിന് ഇത്ര വെയിൽ പറ്റില്ല. നമ്മുടെ മുല്ല കണ്ടാവും. മുല്ല അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പടർന്നുണ്ട്. ഇതിന് പൂവുണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇത് മീഷോന്ന് വാങ്ങിച്ച മുല്ല ആയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നമുക്ക് ആ ഒരു നാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി എങ്ങനെയെങ്കിലും പോകുമ്പോഴേ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നും രാവിലെ എണീറ്റ് ആദ്യത്തെ പരിപാടി ചെടി നനയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീക്കെൻഡ് ആയാലും അതിലൊരു മുടക്കം വരുത്താറില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ അങ്ങോട്ട് കിടക്കുള്ളൂ. ചില ദിവസം രാവിലെ നേരം വൈകിയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെടി നനയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ സാറ്റർഡേ ആയാലും സൺഡേ ആയാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇവിടെ പോണത്. പ്രത്യേകിച്ചൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയണത് ഞാൻ എപ്പോഴും പറയണ പോലെ മിത്തുക്കുട്ടിയുടെ എക്സാംസ് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. 9th, അത് കഴിഞ്ഞാൽ മാർച്ചിൽ 10th തുടങ്ങുകയായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊല്ലം നമ്മൾ പാരൻസും ഒരു പൂട്ടിയിട്ട പോലെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രിപ്പ് പോവുക, അങ്ങനെ ഒരു ശനി ഞായറൊക്കെ മറ്റേത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ട്രിപ്പ് പോകുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ അതൊന്നും പറ്റില്ല. കാരണം ഓരോ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങടെയെങ്കിലുമൊക്കെ വൈകിട്ടൊന്ന് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ രാവിലെ അവളവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞങ്ങൾ എങ്ങടെയെങ്കിലും പോവുക, അതൊക്കെ പറ്റുള്ളൂ. ഒരു നൈറ്റ് സ്റ്റേയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഈ ഒരു കിച്ചണിലും അല്ലെങ്കിൽ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബിസി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഫറൻസും അങ്ങനെ ഒരു ഭയങ്കര സംഭവബഹുലമായ ഡേ ഒന്നുമല്ല. കുറേ കാലം നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനൽ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്, കുറേ വ്ളോഗുകൾ എടുത്തിട്ടുണ്ട്, കുറേ സാറ്റർഡേ സൺഡേ ആയി കഴിഞ്ഞ് കറക്കം. ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലൈഫിൽ നിന്ന് ഒരു 1 year ആയിട്ട് പെട്ടെന്നൊരു സഡൻ ഫുൾ സ്റ്റോപ്പ് വന്നൊരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. അതാണ് നമ്മൾ ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചത് ചാനലിൻ്റെ. കാരണം നമുക്കതിന് പ്രത്യേകിച്ച് അങ്ങനെ പുറത്ത് പോകാനോ വ്ളോഗ് എടുക്കാനൊന്നും പറ്റില്ല. എന്നും ക്ലാസ്സസും കാര്യങ്ങളും. ഇനിയിപ്പോൾ 10th ആയ 11th ആയ കുട്ടികളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ നടക്കേണ്ടത് അല്ലേ. പക്ഷേ ഞാൻ വാങ്ങാൻ പോകുന്നൊരു സ്ഥലം എല്ലാ സാറ്റർഡേയും എന്ന് പറയുന്നത് മീനാണ്. അതില്ലാത്തൊരു പരിപാടി എനിക്കില്ല കേട്ടോ. ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും മീൻ എനിക്ക് നിർബന്ധമാണ്. ഇതാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കോർക്ക് പോലെ ഇങ്ങോട്ട് വരും. അത് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള സംഭവം. ഇനി എങ്ങനെ കുടിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ കാമ്പുണ്ടാവോ? ഇത് എന്താ ആ കൊടുക്കത്തോളക്ക് വലിയ നമുക്കും കുടിക്കാലോ. കുറച്ചൊക്കെ തരണേ, ദാഹിച്ചിട്ട് കാമ്പുണ്ടാവും. അത് വലുതാണ്, കണ്ടിട്ട് കാമ്പുണ്ടാവും. എന്നാ എടുക്കും. അപ്പൊ ഫിഷൊക്കെ വാങ്ങി വന്നതേ നമുക്കിനി ലഞ്ചിന്റെ പരിപാടി തുടങ്ങണം. അപ്പോഴാണ് ഇവിടെ കുറച്ച് നമ്മുടെ പാഴ്സലൊക്കെ വന്ന് കിടന്നപ്പോൾ ഞാനൊന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നല്ല, ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരില്ലേ. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം വാങ്ങണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ആമസോണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ജോമെട്രിക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി സംഭവം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. അടുത്തത് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് എനിക്ക് തന്നെ വാങ്ങിച്ച ഒരു വാച്ചാണ് കേട്ടോ. ഇത് ബെസ്റ്റാണ്. അതായത് നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ, വൈഫിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക, ഗേൾ ഫ്രണ്ടിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വാങ്ങണം എന്നുണ്ടെങ്കിൽ കാസിയോൻ്റെ ഇങ്ങനത്തെ വാച്ചസ് ഇഷ്ടമുള്ളവർക്ക്. ഞാൻ ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു വാച്ച് ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും എനിക്ക് ഇങ്ങനത്തെ ചെയിനുള്ള വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രാപ്പുള്ളതിനേക്കാളും ചെയിനുള്ള വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു 3000 റേഞ്ചിലൊക്കെ നല്ല അടിപൊളി സെയിലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ ജെൻസിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെയർ ചെയ്ത് വാങ്ങിക്കാം, ലേഡീസ് ആൻഡ് ജെൻസിന് ഒരേപോലത്തെ എന്നുള്ള രീതിയിൽ അങ്ങനെയും വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓഫീസിലേക്കൊക്കെ പോവുകയാണെങ്കിലും ഒരു ഫോർമൽ ലുക്കിലൊക്കെ ആണെങ്കിലും
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സ്, ഇത് ഞാനന്ന് കാണിച്ച സമയത്ത് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമായത്. എനിക്കും ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമായത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ. കണ്ടോ, ഒരു നെക്കിൻ്റെ അവിടെ ഇത് എല്ലാം ഇൻഡോയറാണ്. ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ എല്ലാതും ഇൻഡോയർ. കാരണം അതിൻ്റെ എന്താ വെച്ചാൽ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, അവരുടെ ആ ഒരു ഡ്രസ്സിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര വില എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു കുർത്തിയും സെറ്റും കൂടെ ആകുമ്പോൾ ഒരു 1000 റേഞ്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 1000 റേഞ്ചിലേ ഉള്ളൂ. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ അവിടെയാണ് ഏറ്റവും ഭംഗിയുണ്ട്, ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ലീവ്സിൻ്റെ അവിടെ. ഇതിൻ്റെ പാൻറ്റും ഉണ്ട്, പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും പോക്കറ്റില്ല, ചിലതിലൊക്കെ പോക്കറ്റ് ഉണ്ട്. അത് കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ. ഇടുമ്പോഴും ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുള്ളൊരു ഇതാണ്. പ്യോർ കോട്ടൺ ആണ്, നല്ല കോട്ടൺ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോട്ടൺ ഇടുമ്പോൾ എപ്പോഴും ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കോട്ടൻ്റെ ടൈപ്പാണ്. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും കോട്ടൺ ടൈപ്പാണ്. പിന്നെ ചൂടത്താണെങ്കിലും കോട്ടൺ ഇടുമ്പോൾ ഒട്ടും ചൂടെടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോട്ടൺ എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന സംഭവമാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേർപ്പിൾ കളർ കേട്ടോ. ഇതിൻ്റെ പാൻറ്റിലും ചെറിയ ചെറിയ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3/4 സ്ലീവ്സും. ലാസ്റ്റ് വണ്ണും ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഈ ഗ്രീൻ കളർ. ഈ ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കി, ഒരു പ്രത്യേക തരം ഗ്രീൻ. ഇതിലും ഈ പറഞ്ഞ പോലെ നല്ല എംബ്രോയിഡറി വർക്ക്, ബ്യൂട്ടിഫുൾ ആണ്. മസ്റ്റായിട്ട് നിങ്ങൾക്കിത് വാങ്ങിച്ച് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടൺ ആണ്. സ്ലിറ്റ് ഉണ്ട്, പാൻറ്റും ഉണ്ട് കേട്ടോ. ഇത്രയാണ് ഇത്രയും ഒരു പ്രോഡക്റ്റുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് തന്നെ വാങ്ങണമെങ്കിലും ഒക്കെ വാങ്ങാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിന്ന്. അപ്പോൾ ഇന്ന് 3 ഫിഷാണ് വാങ്ങിയത്. പ്രോൺസ് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മസ്റ്റായിട്ട് വാങ്ങണം. പ്രോൺസ് ഇല്ലാത്തൊരു പരിപാടിയില്ല, ഞങ്ങൾക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്. പിന്നെ റാണി ഫിഷും മാന്തൾ, നല്ല പട്ടത്തി മാന്തൾ നമ്മൾ പറയും, അത് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ റാണി എന്ന് പറഞ്ഞാൽ കിളിമീനാണോ ചെമ്പല്ലി അല്ലേ, കിളിമീൻ എന്നല്ലേ പറയുക. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു പുതിയാപ്പിളക്കോര ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഒരു കസിനായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ കിളിമീനില്ലേ പുതിയാപ്പിളക്കോര, പക്ഷെ അതല്ല ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് പരട്ടി ഇന്ന് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഞാൻ റെഡ് ക്യാബേജ് എന്നാണ് പറയുക, പക്ഷേ അതിൻ്റെ കളർ വയലറ്റും പേർപ്പിളൊക്കെയാണ്. അപ്പോൾ ഈ പേർപ്പിൾ ക്യാബേജ് വാങ്ങിച്ചു. എന്നും സാധാരണ ക്യാബേജൊന്നും ഞാൻ വാങ്ങാറില്ല കേട്ടോ, കാരണം എനിക്ക് നല്ല മടിയാണ് അത് ഉണ്ടാക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ ഒരു നമ്മുടെ പ്രീതിയുടെ സോഡിയൊക്കെ വന്ന കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ തന്നെ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റോടു കൂടി പലതരം വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്താ എൻ്റെ ഒരു സന്തോഷമല്ലേ. എനിക്കങ്ങനെയാണ് ചില എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടി ഇങ്ങനെ ഇത്ര സന്തോഷമാവും. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളൊരു ഊണ്. എത്ര പെട്ടെന്നറിയോ പണി കഴിയാൻ ഭയങ്കര ഈസി കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തതാണ്, ഇത് ഗ്രേറ്റ് ചെയ്തതാണ്. അങ്ങനെ പലതരത്തിൽ നമുക്ക് ചെയ്യാം. ഞാനിത് എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് എടുക്കണ പോലെ ഉണ്ട്. പക്ഷെ സത്യമായിട്ട് എനിക്കിത് ആ ഒരു പ്രൊമോഷൻ അതില്ല. എങ്ങനെ കാണിക്കാനായിട്ട് ആരെങ്കിലും തരുമോയെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാമല്ലോ ഓരോ എന്താ പറയുക വീട്ടിലെ പണികൾ എന്താണ് ഒരു ആൾക്ക് ഉണ്ടാവുക ഒരു ദിവസത്തെ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നല്ല ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്യാബേജ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ വാങ്ങാറില്ലാത്ത സാധനം. കാരണം എനിക്ക് വയ്യാതൊന്നും അരിയാൻ, ബീട്രൂട്ട് ഉപ്പേരി ഒക്കെ ഭയങ്കര മടിച്ചിടാ കാര്യത്തിൽ. പക്ഷെ ഇപ്പം ഞാൻ ഡെയിലി ഓരോ വെറൈറ്റി സാധനങ്ങൾ വാങ്ങുകയാണ്. കാരണം എനിക്ക് നല്ല എളുപ്പപ്പണിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വാങ്ങിയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുമോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവുമല്ലോ. ബാക്കി ഫിഷൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ബാച്ചായിട്ട്. ഇപ്പോൾ മാന്തലാണെങ്കിൽ 2 ദിവസമാണ് എടുക്കേണ്ടത് വെച്ചാൽ 2 ബോക്സിൽ വെക്കും. പിന്നെ പ്രോൺസ് ഞാൻ നെക്സ്റ്റ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേറൊരു ഇതിൽ വെച്ച് അങ്ങനെ ഫ്രീസറിൽ. അപ്പോൾ ഒരു 4 ദിവസം വരെ ഞാൻ ഒരാഴ്ച ഓടിക്കാറില്ല. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല. പക്ഷേ ആക്ച്വലി നല്ല ഫ്രഷ് ആവും ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ. മസാല പുരട്ടി ഒരിക്കലും വെക്കരുത് കേട്ടോ, കാരണം അപ്പോൾ അത് എത്രയും ഒരു ഉണക്കലിൻ്റെ ടേസ്റ്റ് വരും. നമ്മൾ 2-3 ദിവസമൊക്കെ മസാല പുരട്ടി വെക്കുമ്പോൾ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനേക്കാൾ നല്ലത് കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാൻ യൂസ് ചെയ്യുന്ന ദിവസം ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മസാല പുരട്ടുകയാണ് എപ്പോഴും ആ ഒരു ഫ്രഷ് ടേസ്റ്റ് നിലനിർത്താൻ നല്ലത്. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചു. ഇനി അടുത്ത 4 days അപ്പോഴേക്കും പിന്നെ അടുത്ത ആഴ്ച ആവാറാവുമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യാറ്. സാറ്റർഡേ സൺഡേ പിന്നെ മൺഡേ എടുക്കില്ല, പിന്നെ ട്യൂസ്ഡേ ഒരു ദിവസം കൂടി. ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, സാമ്പാർ, റാണി ഫിഷ്, 3 റാണിമാർ, നല്ല വയലറ്റ് പർപ്പിൾ ക്യാബേജ് തോരൻ, നല്ല നെല്ലിക്ക അച്ചാർ. കാണല്ല, നമ്മൾ ഇങ്ങനെ വാങ്ങാറില്ല. നമ്മളെപ്പോഴും മറ്റേതല്ല വാങ്ങാറ്, ഇത് എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ഒരു കൊതി. ടേസ്റ്റ് നല്ല ടേസ്റ്റാ. ഞാൻ നോക്കി കുറച്ചെടുക്കണം, നല്ല കൊടുക്കണം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. ഞാൻ പറഞ്ഞ പോലെ നല്ല വറുത്തരച്ച സാമ്പാർ, റാണി ഫിഷ്. ഇതാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനിതേ ഈ ഒരു വേഷത്തിൽ വേഗം ജിമ്മിലേക്ക് ഓടി. അതെന്താ കാരണം എന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും ജിമ്മിൽ വരും തോന്നുന്നുണ്ടോ? അങ്ങനെയും വരാമല്ലേ, എന്തപ്പോൾ കുഴപ്പം. ചില റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ നല്ല സാരി കൊടുത്ത് ജിം ചെയ്യണത്. പക്ഷേ ആക്ച്വലി അതത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് സമയമില്ല. അപ്പോൾ അതെല്ലാം പണിയും കഴിഞ്ഞ് ഇപ്പോൾ 6:15. ഇന്ന് ഫുള്ളൊരു ഹറി ബറി ഡേ ആയിരുന്നു. സാറ്റർഡേ സൺഡേ ഇങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ മെയിൻ ടൈം ഫുൾ പോകുന്നത് ഫുഡ് കുക്കിങ്ങിനാണ്. സാധാരണ മൺഡേ ടു ഫ്രൈഡേ ഞാൻ 8 മണിയാകുമ്പോഴേക്കും കിച്ചൺ ക്ലോസ് ചെയ്യും രാവിലെ. തന്നെയാണ് എൻ്റെ ഉച്ചക്കലത്തെ. പിന്നെ ഇവർ വരുമ്പോഴേക്കുള്ള രാത്രിയത്തേ ഉള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങനെയല്ല, വിഭവസമൃദ്ധമായ ഫുഡാണ് രാവിലെ മുതൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി നമ്മൾ പറയില്ലേ, കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോവും എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരുപാട് നേരം നമ്മൾ, പക്ഷേ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുറേ കാലത്തിന് ശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു കോഫി മീറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത്ര 1.5 മാസമായി കണ്ടിട്ട്. അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ 6:15 7 മണിക്ക് മീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഇന്നത്തെ ജിമ്മ് മുടക്കരുത് എന്ന് വിചാരിച്ച് കാർഡിയോ മാത്രം ചെയ്യാം. ഒരു 40 മിനിറ്റ്സ് കാർഡിയോ ചെയ്തിട്ട് വേഗം ഓടിപ്പോവാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഡ്രസ്സൊന്നും മാറ്റാതെ വന്നിരിക്കുന്നത്. കാർഡിയോ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. മറ്റേതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ പ്രോപ്പർ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിന്ന് നല്ല കല്യാണ വേഷത്തിൽ ജിമ്മ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈവനിങ്ങിലെ മീറ്റപ്പൊക്കെ കഴിഞ്ഞ് എത്തി. നമ്മളല്ല, ഞാൻ മാത്രമാണ് പോയത്. ഒരു ഫോട്ടോ പോലും എടുത്തില്ല കേട്ടോ. സത്യം, ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ സാധാരണ എല്ലാവരും പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോ റീൽസോ അങ്ങനെയൊക്കെ എടുക്കും. ഞങ്ങൾ 3 പേരും കൂടിയ റീൽസ് പോട്ടെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അങ്ങനെ ഒരു റീൽസൊക്കെ എടുത്ത് ഗോവയിൽ പോയപ്പോഴാണ്. അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മീറ്റ് ചെയ്താൽ ഒരു കുന്തും എടുക്കില്ല. കണ്ട മുതലേ വർത്തമാനം തുടങ്ങും. എനിക്കറിയില്ല ഇതെന്താണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഗ്യാങ്സ് എപ്പോഴും ഉണ്ടോ എന്നുള്ളത് കൂടെ പറയണം. സാധാരണ നമ്മൾ എപ്പോഴും കാണുമല്ലോ, ഫ്രണ്ട്സ് കൂടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നു, റീൽ എടുക്കുന്നു. ഞങ്ങൾ 3 പേരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാറില്ല. സ്ഥലത്തിൻ്റെ പോലും ഫോട്ടോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് അയ്യടാ, അതിന് 1.5 മാസമല്ലേ, പറയും വേണ്ട, 1.5 മാസത്തിന് ശേഷം അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ റീൽസ് എടുക്കാമെന്നൊക്കെ മുൻകൂട്ടി ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്ത് പ്ലാനൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെയും നമ്മൾ എടുക്കും. ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. എനിക്ക് ഫ്രണ്ട്സ് ആയാലും അതേപോലെ തന്നെ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. അതൊരു നമ്മുടെ ഒരു മൊമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ശരിക്കും മറന്നുപോയതാണ്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നിനിപ്പോൾ സിനിമ കാണണം. കുറേ OTT റിലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. ദുരന്തർ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് OTTയിലാണ് കണ്ടത്. പക്ഷേ ഭയങ്കര മിസ്സായി തിയേറ്റർ എക്സ്പീരിയൻസ്. ഭയങ്കര കിഡു മൂവി. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കാണണം. അത് ആക്ച്വലി 16+ ആയ കാരണം മിത്തുക്കുട്ടീനെ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ഒന്നും തിയേറ്ററിൽ അലൗഡ് അല്ല. മിത്തുൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ പോയിട്ട് അവർക്ക് തിരിച്ച് അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് കണ്ടില്ല. പിന്നെ സർവമായ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സർവമായ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. എന്നിട്ട് പിന്നെയും OTTയിൽ കണ്ടു, പിന്നെയും കണ്ടു. ഞാൻ 2-3 പ്രാവശ്യം കണ്ടു. കാരണം എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അത് ഭയങ്കര ഫീൽ ഗുഡ്. എനിക്ക് അങ്ങനത്തെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സമാധാനം തരുന്ന ഫീൽ ഗുഡ്. അവസാനം കുറച്ച് വിഷമയച്ചാലും അങ്ങനത്തെ ഫീൽ ഗുഡ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിലെ പാട്ടുകൾ, ആ ഒരു നാട്, പാലക്കാടിൻ്റെ ഭംഗി, അതൊക്കെ ഭയങ്കര രസമല്ലേ. അപ്പോൾ അത് കണ്ടു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോണത് വേറെ. ഇന്നലെ കണ്ടത് എന്താണ്, എനിക്ക് ഒരു കാലത്തും അതിൻ്റെ പേര് കിട്ടില്ല. എന്തോ നൈറ്റ് റൈഡേഴ്സ്, ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കിട്ടില്ല. എപ്പോഴും കൂടെ ഞാൻ മൊബൈലിൽ നോക്കിയത്, പക്ഷെ എനിക്ക് പേര് കിട്ടുന്നില്ല കേട്ടോ. അതും OTTയിൽ വന്നിട്ട് അത് നല്ല രസമുണ്ട്. അതും 16+ ആണ്. കുറച്ച് പേടിയെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ള ഒരു സിനിമ. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഏതൊരു തമിഴ് വന്നിട്ടുണ്ട് പറയേണ്ട രംഷേട്ടൻ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സിനെ ഒരു മീറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തിറങ്ങി, 2 പേരും കൂടെ പുറത്തിറങ്ങി, അങ്ങനെ പച്ചക്കറി വാങ്ങുക. അതിലപ്പുറമുള്ള പ്രത്യേകിച്ചൊരു വീക്കെൻഡ്സ് ഒന്നും കാര്യമായിട്ടിപ്പം നടക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ വെക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഡിസംബറിലെ പോലെ അങ്ങനെ അത്രേ നടക്കാറുള്ളൂ. അതല്ലാതുള്ള സാറ്റർഡേ സൺഡേസ് നമ്മുടെ കറക്കും പരിപാടികളൊക്കെ സ്റ്റോപ്പായിരിക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബൈ.